കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഫ്ലവറിൻ്റെ പേരൊന്നും അറിഞ്ഞൂടാ. നിങ്ങൾക്ക് തോന്നുന്ന പേര് എന്താണെന്ന് വെച്ചാൽ അത് ഇടാം. അങ്ങനെയുള്ള പേരുകൾ കമൻറ്റിൽ പറയേണ്ടതാണ്. അപ്പം നമുക്കും അറിയാമല്ലോ, നമുക്കും വായിക്കാമല്ലോ ഒക്കെ. അങ്ങനെ ഫ്ലവർ മേക്കിംഗ് നമ്മൾ സർക്കിൾസ് ആയിട്ടുള്ള കുറച്ച് പേപ്പേഴ്സാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. പല അളവുള്ള സർക്കിൾസ് ആയിട്ടുള്ള പേപ്പറാണ്. അതിൻ്റെ സെൻറ്റിമീറ്ററും കണക്കും എല്ലാം ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത് പോലെ കട്ട് ചെയ്ത് എടുക്കണം. എന്നിട്ട് ഓരോ അടക്കും നമ്മൾ കോൺ പോലെ സെറ്റ് ചെയ്ത് കൊടുക്കണം. സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യത്തെ ഒരു ലെയർ കിട്ടും. ഇതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ബാക്കിയുള്ള പേപ്പറിലും സർക്കിൾസ് ആയിട്ടുള്ള പേപ്പറിലും നമ്മൾ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പതുക്കെ ഒട്ടിച്ച് തിരിച്ചും മറിച്ചും ഒരെണ്ണം മുകളിലും ഇപ്പം മുകളിലൊട്ടിക്കണം, തിരിച്ച് വെച്ച് അടുത്തതൊട്ടിക്കണം. ആ ഒരു രീതിയിൽ ഫുള്ള് കംപ്ലീറ്റ് ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്ത് പോകണം. അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് മാത്രം പോയാൽ പോരാ. നിങ്ങളുടെ സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും പുതിയ ക്രാഫ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതെല്ലാം കമൻറ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടാൽ മതി. അപ്പോൾ എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്ത് ഇട്ടേക്കാം. അപ്പം എനിക്കും ഒരു ഇൻട്രസ്റ്റ് കിട്ടും ചെയ്യാനുള്ള. ഇത് എല്ലാവരും കണ്ടു പോകത്തേ ഉള്ളൂ, അല്ലാതെ ഒരു കമൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം എനിക്കറിയില്ലല്ലോ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ അതോ ഇഷ്ടപ്പെടുന്നില്ലയോ എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ ഇഷ്ടപ്പെടാത്തതുണ്ട്, ഞാൻ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അതും എനിക്ക് പറഞ്ഞു തരാം. അപ്പോൾ എനിക്കതനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാം. അതേപോലെ എന്നെ ഹെൽപ്പ് ചെയ്യണം. അപ്പം എനിക്ക് ഒരു സപ്പോർട്ടാണ്, ഇൻസ്പിറേഷനാണ് പുതിയത് കണ്ടുപിടിക്കാനും ചെയ്യാനും ഒക്കെ. അപ്പം നമ്മൾ ഇതേപോലെ ലാസ്റ്റ് 2 ഇതൾ നമ്മൾ ഇച്ചിരി ഷോർട്ടാക്കണം. അപ്പം നമ്മൾ ആദ്യത്തെ ഒരിതളും കട്ട് ചെയ്തിട്ട് ബാലൻസ് നമ്മൾ ഗം വെച്ച് ഒട്ടിച്ചു കൊടുക്കും. മറ്റേത് 2 ഇതൾ കട്ട് ചെയ്തിട്ട് ബാലൻസ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കും. അങ്ങനെ നമ്മൾ അതും നടുക്കൊട്ടിച്ചപ്പോൾ നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റമ്പാണ്. അത് ഞാൻ ഇപ്പം ഗ്രീൻ കളർ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ കളർ വെച്ച് റോൾ ചെയ്യുകയോ അതല്ലെങ്കിൽ ടേപ്പ് വെച്ച് റോൾ ചെയ്യുകയോ അത് ഓരോരുത്തരുടെ ഇഷ്ടം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഒരു വൈറ്റ് കളർ പേപ്പർ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ വല്ലതും റോൾ ചെയ്തെടുത്തിട്ട് അതിന് ഗ്രീൻ കളർ കൊടുത്ത് അതേപോലെ തന്നെ ലീഫിനായാലും ഗ്രീൻ കളർ കട്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്തതാണ്. അത് നമുക്ക് ആ സ്റ്റമ്പിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തിട്ട് ആ മുകളിലോട്ട് ഗം തേച്ചിട്ട് നമ്മളുടെ ആ ബാക്ക് ഭാഗം ഉണ്ടല്ലോ, പൂ തിരിച്ച് വെച്ചിട്ട് മുള്ള് പോലെ എഴുന്നേറ്റിരിക്കുന്ന ഭാഗമല്ല, അതിൻ്റെ ബാക്കിലത്തെ ഭാഗം വെച്ചാക്കുമ്പോൾ നമുക്ക് നല്ലൊരു മനോഹരമായൊരു വലിയ പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും എല്ലാം വേണം. നിങ്ങളുടെ പുതിയ സജഷൻസും പുതിയ ഏത് ടൈപ്പിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടുന്നത് എല്ലാം കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ്. താങ്ക് യു.